ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സമൂഹത്തിൽ വെളിപ്പെടുക. എങ്ങനെയാണ്? വചനം കേൾക്കുന്നു, ദൈവശക്തി ഒഴുകുന്നു. ഈ ദൈവശക്തിയുടെ ആ ഒരു പ്രവാഹമാണ് ജനത്തിന് വിടുതലും സൗഖ്യവും നൽകുന്നത്. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അല്ലല്ലേ? അവിടെ വന്ന എല്ലാവരും, രോഗികളായിട്ടുള്ളവർ, പിശാച് ബാധിതര്, അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ, എല്ലാവരും സൗഖ്യം പ്രാപിച്ചുകൊണ്ടേ ഇരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും സൗഖ്യവും വിടുതലും കർത്താവായ യേശു കൊടുക്കുകയാണ്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇനി നമ്മൾ ദൈവജനം ഒന്നിച്ചു ചേർന്ന് ഞങ്ങളെ പാടി ആരാധിച്ചു സ്തുതിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? 2 3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൊടുന്നു, അവിടെ മധ്യേ ഞാനുണ്ട്. യേശു ഇവിടെയുണ്ട്. നിങ്ങൾ പാടി ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ യേശു ഇവിടെയുണ്ട്. അവനിൽ നിന്ന് ശക്തി നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാകും, രോഗം വിട്ടുമാറും, ഡെലിവറൻസ് നടക്കും, അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഓരോ സ്തുതിപ്പിലും അത്ഭുതകരമായ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരിക. നമ്മൾ വിടുതൽ പ്രാപിക്കുക. അതാണ് ഈ സ്തുതിപ്പിൻ്റെ മെച്ചമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കരുത്. സ്തുതിക്കാനും പാടുവാനും ആരാധിക്കാനൊന്നും ഒരു മടിയും വിചാരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായം. മത്തായി 12-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ 22-ാമത്തെ വചനം. അനന്തരം അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ സുഖപ്പെടുത്തി. അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. ഒറ്റ വചനത്തിൽ ഒന്ന് നോക്കിയേ. അന്ധൻ കണ്ണുകൾക്ക് കാഴ്ചയില്ല, ഊമൻ സംസാരിക്കത്തില്ല. പിശാച് ബാധിതനെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു പിശാചിനെ ബഹിഷ്കരിച്ചു, അവനെ സുഖപ്പെടുത്തി, അവൻ സംസാരിച്ചു, അവൻ കണ്ടു. ഹല്ലേലൂയ. ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ വ്യക്തിയിൽ പ്രവർത്തിച്ച ആ തിന്മയുടെ അരൂപി വിട്ടുമാറി, ആത്മാവ് വിട്ടുമാറിയപ്പോൾ അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു, നാവിൻ്റെ കെട്ടഴിഞ്ഞു. അന്ധനായിരുന്നു അവൻ, കണ്ടു, സംസാരിച്ചു. ശരിയാണോ? ശരിയാണോ? അതെ. അവിടെ ശക്തമായ ഒരു വിടുതൽ ആ വ്യക്തിക്ക് കർത്താവായ യേശു നൽകുകയാണ്. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. തുടർന്ന് ഈ പിശാചിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അടുത്ത വചനങ്ങൾ 23 മുതലുള്ള വചനങ്ങൾ താഴോട്ട്. എന്നാൽ ഇത് കേട്ടപ്പോൾ ഫരീസേ പറഞ്ഞവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ഇവിടെ പറയാണ് ആൾക്കാർ പറയുക, പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ആരാ ഈ ബേൽസെബൂൽ? പിശാചുക്കളുടെ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ബേൽസെബൂൽ. ഇനി അങ്ങനെ പേരറിയുന്ന ആരെങ്കിലും ഉണ്ടോ ബൈബിളിൽ? അങ്ങനെ പേരുള്ള ആരെങ്കിലും പിശാചിൻ്റെ പേര് പറയാമോ? ലെഗിയോൻ. അത് ഒരു ഗ്രൂപ്പ് പിശാചുകൾ. ജസബൽ. അതങ്ങനെ പറയുന്നുണ്ട്. ജസബൽ ഒരു ജഡികാസക്തിയുടെയും അങ്ങനെ ഒരു തിന്മയുടെ മേഖല ജസബൽ. ഇനി എന്തിനും പറയാമോ? കറക്റ്റാണ്. ആസ്മോദേവൂസ് ആണ് സാറയുടെ 7 ഭർത്താക്കന്മാരെ കൊന്ന പിശാച്. എന്താ? ആസ്മോദേവൂസ്. ഇവിടെയൊക്കെ തലവൻ ഒരാളുണ്ട്, ലൂസിഫർ. വ്യത്യസ്തമായ പേരുകളിൽ ബൈബിളിൽ പിശാചിൻ്റെ തലവന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന അവർ പറയുക ബേൽസെബൂലിനെ കൊണ്ടാണ്. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവര് ഹൃദയത്തിൽ ചിന്തിച്ച കാര്യം യേശു മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. കാരണം യേശു ദൈവമാണ്. അവർ ചിന്തിച്ച കാര്യം യേശുവിന് അറിയാം. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശുവോട് പറഞ്ഞു, അന്ധഛിദ്രമുള്ള ഒരു രാജ്യം നശിച്ചു പോകും, അന്ധഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കത്തില്ല. ഈ അന്ധഛിദ്രമുണ്ടാക്കുന്നത്, ഭിന്നത ഉണ്ടാക്കുന്നത്
വിഭാഗ്യത ഉണ്ടാക്കുന്നത് പിശാചാണ്. ഡിസ്യൂണിറ്റി, യൂണിറ്റി തകർക്കുക, ഐക്യത്തെ തകർക്കുന്ന പിശാച്. അത് കുടുംബങ്ങളില്, സമൂഹങ്ങളില്, പ്രാർത്ഥന ഗ്രൂപ്പുകളില്, ധ്യാന ടീമിലൊക്കെ ഈ പിശാച് കണ്ടമാനം പ്രവർത്തിക്കുന്നുണ്ട്. വിഭാഗീയതയുടെ പിശാച്, ഭിന്നതയുടെ പിശാച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു പിശാചാണ്, ഭിന്നത വിതയ്ക്കുന്ന ഒരു പിശാച്. ഇവിടെ യേശു പറയുകയാണ്, അന്തഛുദ്രമുള്ള നഗരമോ ഭവനമോ. അന്തഛുദ്രം ഉണ്ടാക്കുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവ് മക്കളും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിൻ്റെ കാരണമാരാണ്? പിശാചാണ്. ഭർത്താവാണ് കാരണക്കാരൻ, ഭാര്യയാണ് കാരണക്കാരൻ അല്ല. അവരിൽ പ്രവർത്തിക്കുന്ന, അവരുടെ മനസ്സിനെ, നാവിനെ, ശരീരത്തെ ഒക്കെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഒരു അരൂപി അവരിലുണ്ട്. ആ അരൂപിയാണ് കലഹവും വിഷയമെല്ലാം ഉണ്ടാക്കുന്നത്. സംഭവം കിട്ടിയോ? അതാണ് ആ വീട്ടിൽ വടക്കും ബഹളവും ഒച്ചപ്പാടും ചീത്തവിളിയും എന്തൊക്കെ നടക്കുന്ന ഓരോ വീടുകളിൽ. ആ സ്പിരിറ്റാണ്, ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനമാണത്. ഹല്ലേലൂയ. സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ്. അടുത്ത വചനം ശ്രദ്ധിച്ചു. ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം, സാത്താൻ്റെ രാജ്യം, അത് പ്രധാനപ്പെട്ടൊരു വചനമാണ്. ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കുക? അപ്പോൾ സാത്താന് അവൻ്റെതായ ഒരു രാജ്യമുണ്ട്, ഒരു സാമ്രാജ്യമുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഈ സാത്താൻ്റെ രാജ്യത്തിന് ഒരു ഹൈറാർക്കി ഉണ്ട്. ലൂസിഫർ, ബെൽസെബൂൽ, അല്ലെ വ്യത്യസ്തമായ പൈശാചിക അരൂപികളുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് മാലാഖമാര്, നശിച്ചുപോയ മാലാഖമാര്, പിശാചുക്കള് പ്രവർത്തിക്കുന്നു. ഭൂമിയിൽ, അധോഭാഗങ്ങളിൽ, സമുദ്രത്തിൽ, അന്തരീക്ഷത്തിൽ, വ്യക്തികളിൽ, ചില വീടുകളിൽ, ചില സ്ഥലങ്ങളിൽ ഈ തിന്മയുടെ അരൂപികൾ ശക്തമായിട്ട് വ്യാപരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. സംഭവം കിട്ടിയോ? എന്നോട് പറയാ, അവൻ്റെ രാജ്യം, അവിടെ സാത്താൻ്റെ രാജ്യമുണ്ട്. സാത്താൻ്റെ രാജ്യം ശക്തമാണ്, പ്രബലമാണ്. ലോകത്തിൽ സാത്താൻ ആരാധന, പൈശാചിക ആരാധനകൾ മറ്റൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. സാത്താൻ വർഷിപ്പുകൾ, സാത്താൻ ദേവാലയങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പിശാചുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, കുട്ടിച്ചാത്ര, ഇതൊക്കെ പിശാചിൻ്റെ പരിപാടികളാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സാത്താൻ്റെ രാജ്യമുണ്ട്, അവിടെ വ്യത്യസ്തമായ അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക, ഒന്നറിഞ്ഞിരിക്കുക. ഇനി അവിടുന്ന് വരും താഴോട്ട് വരും. 27. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ഈ വചനം മുതൽ നമ്മൾ വീണ്ടും ആദ്യം നമ്മൾ കേട്ട വചനത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരും. 28-ാമത്തെ വചനം. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അഥവാ ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർ ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ കവർ ചെയ്യാൻ കഴിയും. ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. അപ്പോൾ യേശു പിശാചിനെ ബഹിഷ്കരിച്ചത് എങ്ങനെയാ? ലൂക്ക 6:17-18 നമ്മൾ കണ്ട വചനം എന്തായിരുന്നു? അവർ വചനം പ്രസംഗിച്ചു, അല്ലേ? അവിടെ നിന്ന് ശക്തി പുറപ്പെട്ടു, അശുദ്ധാത്മാക്കൾ സൗഖ്യമായി, പിശാച് വിട്ടുപോയി. ഉണ്ടോ? ഹല്ലേലൂയ. അവന് ശക്തി പുറപ്പെട്ടു നമ്മൾ കണ്ട്. അപ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി ഒഴുകുമ്പോൾ ഡെലിവറൻസ് നടക്കും. ദൈവാത്മാവിൻ്റെ ശക്തിയുടെ പ്രവാഹത്തിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ശക്തികൾ നമ്മളെ വിട്ടൊഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, CCC കത്തോലിക്ക സഭയുടെ പഠനങ്ങളാണ്. ഈ പുസ്തകം ഉള്ളവരെന്ന് കരമെഴുതി പിടിക്കാവോ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൈവശമുള്ളവർ ഒന്ന് കരമെഴുതി പിടിച്ച് ഒന്ന് കാണട്ടെ. 2, 3, 4, 5, 6, 7 പേരേ ഉള്ളൂ.
നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ ഒരു പുസ്തകം വാങ്ങുന്നത് നല്ല. ഈ ഒരു പുസ്തകം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. കാരണം സഭ ആധികാരികമായിട്ട് ഓരോ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് പഠിപ്പിക്കുന്നു, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ആ പുസ്തകം ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിലും ഉത്തരവാണ് നമുക്കൊരു സംശയമുണ്ടോ, ആ പുസ്തകത്തിൽ അതിന് ഉത്തരവുണ്ട്. സഭയുടെ പഠനം, ആധികാരിക പഠനം. പിശാച് അരിവിള് ചിലവൊന്നും പിശാചില്ല, ഇത് വെറും തോന്നലാണ്, ഈ തിന്മ എന്ന് പറയുന്നൊരു സങ്കല്പമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ PhD ഡോക്ടറേറ്റൊക്കെ എടുത്തെടുത്ത് പലരും പറയുന്നു പിശാചില്ലെന്നാണ് പറയുന്നത്. പക്ഷേ പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. പിശാച് ഉണ്ട്. വിശുദ്ധ ബൈബിളിൽ എത്രയോ സംഭവങ്ങളായി യേശു പിശാചിനെ പുറത്താക്കിയ അനുഭവങ്ങൾ ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. CCC 2852. ആരംഭം മുതലേ കൊലയാളിയും നുണയനും നുണകളുടെ പിതാവുമായ പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നതിനുമായ സാത്താനിലൂടെ പാപവും മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ അന്തിമ പരാജയത്തിലൂടെ സൃഷ്ടി മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജീർണതയിൽ നിന്ന് സ്വതന്ത്രരാകും. അവിടെ പറയുകയാണ്, ആരംഭം മുതൽ കൊലയാളിയും നുണയനും നുണയുടെ പിതാവും പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നവനുമായ സാത്താൻ. പ്രപഞ്ചത്തെ മുഴുവൻ, മനുഷ്യരെ മുഴുവൻ ചതിക്കുന്ന സാത്താനിലൂടെ പാപവും മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ്റെ അന്തിമ പരാജയത്തിലൂടെ സൃഷ്ടി മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജീർണതയിൽ നിന്ന് സ്വതന്ത്ര. സാത്താൻ്റെ അന്തിമ പരാജയം എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് കുരിശിൽ യേശു സാത്താനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി. അത് 100% സത്യമാണ്. സാത്താനെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. പരാജയപ്പെട്ട ശത്രുവാണ് സാത്താൻ. ഹല്ലേലൂയ. പരാജയപ്പെട്ട ശത്രുവാണ് സാത്താൻ. പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അവൻ്റെ അന്തിമ പരാജയം, ഇപ്പോൾ പരാജയപ്പെട്ടെങ്കിലും അവൻ മനുഷ്യാത്മാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ലോകമെമ്പാടും ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. മനുഷ്യനെ നശിപ്പിക്കാൻ, ആത്മാവ് നശിപ്പിക്കാൻ വേണ്ടി കഠിനമായിട്ട് സാത്താൻ പ്രയത്നിക്കുന്നു, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, അവൻ്റെ പരാജയം എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പറയുമ്പോൾ പിശാച് വിട്ടുപോകും. അവിടെ ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പറയുന്ന വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധി, ഉപവാസം, ഇതൊരു അടിസ്ഥാന ഘടകമാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിശാച് വിട്ടുപോകുന്നുള്ള സത്യമാണ്. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി, യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ശക്തി അനുസരിച്ചാണ് സാത്താൻ വിട്ടുപോകുന്നത്. ഹല്ലേലൂയ. സംഭവം കിട്ടിയോ? ഞാൻ പറഞ്ഞു കിട്ടിയോ? സാത്താനോട് വിട്ടുപോകാൻ ഇപ്പം നിങ്ങൾ പറയാമെന്ന് വിചാരിച്ചോ? യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു പിശാചൊക്കെ വിട്ടുപോയെന്നിരിക്കും. ഒരു ഇച്ചിരി പവറുള്ളവൻ അനങ്ങല, ഒരനക്കവും സംഭവിക്കത്തില്ല. അവന് വിട്ടുപോകണമെങ്കിൽ പറയുന്ന വ്യക്തിയിൽ ദൈവശക്തി ഉണ്ടാവണം. ആ പറയുന്ന വ്യക്തിയുടെ ഉപവാസം, പ്രാർത്ഥന, പ്രത്യേകിച്ച് വിശുദ്ധി, ആ ഒരു പവർ, ആ ഒരു ദൈവിക ശക്തി നിറവിലാണ് പറയുമ്പോൾ ഇത് വിട്ടുപോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20:10. ഇനി അത് പിശാചിൻ്റെ അവസാന പരാജയത്തെക്കുറിച്ച് പറയുകയാണ്. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാവട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. കണ്ടോ? വ്യാജപ്രവാചകനും മൃഗവും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് ആരെറിയപ്പെട്ടു? പിശാച എറിയപ്പെട്ടു. അടുത്ത വചനം, അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഈ പിശാചുക്കൾ മുഴുവൻ നിത്യകാലം, അതായത് അന്തിമ വിധി കഴിയുന്നോടെ ഈ പിശാചുക്കൾ മുഴുവൻ ഈ ഗന്ധകാഗ്നി തടാകത്തിൽ എറിയപ്പെടും. അവിടെ നിത്യകാലം, അനന്തതയിൽ ഒരിക്കലും അവസാനിക്കാത്ത കാലത്തോളം ഈ പിശാചുക്കൾ അവിടെ പീഡിപ്പിക്കപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ പിശാച് വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് വരാനിരിക്കുന്നത് ഇത്. ഹല്ലേലൂയ. ഇങ്ങനെ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേൾക്കല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ്റെ അന്തിമ പരാജയം, സാത്താൻ്റെ അന്തിമ പരാജയം യേശുവിൻ്റെ 2ാം വരവോടെ അവൻ പൂർണ്ണമായിട്ട് പരാജയപ്പെടും. അവൻ നിത്യ നരകത്തിലേക്ക് സാത്താൻ വലിച്ച് എറിയപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും നീ
അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.